4000-ലധികം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചിക്കുക. 4000-ലധികം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾക്ക് സംഗീതം പകരുക. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം സാധ്യമാകുന്ന കാര്യങ്ങൾ. തങ്ങളുടെ മ്യൂസിക് മിനിസ്ട്രിയിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന, ദൈവം കൊതിക്കുന്ന രണ്ട് മനുഷ്യർ, ശ്രീ പീറ്റർ ചേരാനല്ലൂരിനെയും ശ്രീ ബേബി ജോൺ കലയന്താരിയെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട പോളിച്ചേട്ട, അങ്ങേക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. പീറ്റേട്ട, നിങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. ഈ ഭാര്യയും ഭർത്താവിനെയൊക്കെ കൂടിച്ചേർക്കുന്നു എന്ന് പറയുന്ന പോലെ ബേബി ജോൺ കലയന്താനിയെയും പീറ്റർ ചേരാനലിനെയും കൂട്ടിച്ചേർത്ത് ദൈവം ഈ ഭൂമിയിൽ അത്ഭുതങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അവിശ്വസനീയം ഒന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നു 1000-ലധികം പാട്ടുകളാണ് നിങ്ങൾ ഒരുമിച്ച് ചെയ്തത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെ ഒരു 2 പേർ ഒരുമിച്ച് 1000-ലധികം പാട്ടുകൾ ഒരുമിച്ച് ചെയ്തിട്ട് ഉണ്ടാവില്ല. ഇതൊരു റെക്കോർഡാകാനുള്ള സാധ്യതയുണ്ട്. എന്തു തോന്നുന്നു നിങ്ങളുടെ ഒരുമിച്ചുള്ള ആ ദൈവത്തിൻ്റെ കൂടിച്ചേർക്കലിന്? ആദ്യമായി സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു സെക്ഷനിലേക്ക് കടക്കുകയാണ്. സത്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേരണമെന്നോ അല്ലെ ഞങ്ങൾ കണ്ടുമുട്ടി ഇത്രയും പാട്ടുകൾ ചെയ്യണമെന്നോ ഒന്നും ഞാനും ബേബിയും ഒന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ചില വ്യക്തിത്വങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അതിൻ്റെ റിസൾട്ടാണ് ഞങ്ങൾ തമ്മിൽ ഉള്ള ഈ കോമ്പിനേഷൻ, കൂടിച്ചേരൽ, അതിലൂടെ കടന്നു വന്നിരിക്കുന്ന പാട്ടുകൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. വചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യും, സുഭാഷിതങ്ങളിൽ പറയും. പക്ഷേ അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണെന്നാണ് തിരുവചനം പറയുന്നത്. ഇതുതന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലും യഥാർത്ഥത്തിൽ ദൈവം ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഏകദേശം 25 വർഷങ്ങൾക്ക് മുൻപാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നതും പാട്ടുകൾ ചെയ്യുന്നതും. ഇതുവരെ ഏകദേശം 1000-നോടടുത്ത്, നമുക്ക് ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അതിനോടടുത്തുള്ള പാട്ടുകൾ ഞങ്ങൾ തമ്മിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് സംഗീതം ഒന്നും പഠിക്കാത്ത സാധാരണക്കാരായ വ്യക്തിത്വങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും. ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ പാട്ട് ചെയ്യുന്നത് പ്രാർത്ഥിച്ചിരുന്നിട്ടാണ്. ഒരു ആശയമൊന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവില്ല. പക്ഷെ പ്രാർത്ഥിച്ചൊരുമിച്ചിരുന്ന് കഴിയുമ്പോൾ ഞങ്ങൾ ചിന്തിക്കാത്ത ആശയങ്ങളാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് ഹോളി സ്പിരിറ്റ് റിവീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആർക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്? ഞങ്ങൾക്കാണോ ദൈവത്തിനാണോ? കൃത്യമായ ആൻസർ ഉണ്ട്, ദൈവത്തിനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലും കയ്യൊപ്പുമാണ് ഞങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്ന പാട്ടുകൾ. ബേബിച്ചേട്ടാ, ഈ ഇത്രയും വർഷങ്ങൾ, ഇത്രയേറെ ഗാനങ്ങൾ ദൈവം കൂട്ടിച്ചേർത്ത ഒരു ബന്ധം തന്നെയാണത്. ബേബിച്ചേട്ടന് പീറ്ററേട്ടൻ്റെ പാട്ടുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഏത് പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പീറ്ററേട്ടൻ്റെ അടുത്ത് ഒന്ന് ഒരുമിക്കാം എന്ന് തോന്നിയത്? പ്രിയപ്പെട്ട പീറ്റർ ജി, ഞാൻ പീറ്റർ ജി എന്ന് വിളിക്കാറുള്ളത്. അദ്ദേഹം പറഞ്ഞല്ലോ 25 വർഷത്തോളമായി അദ്ദേഹത്തിൻ്റെ എല്ലാ ഗാനങ്ങളിലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു സ്നേഹ കൈവയ്പ്പ്, അല്ലെ ഒരു കയ്യൊപ്പ് ചേർന്നിട്ടുണ്ട്. ഞാൻ ഒരു 25 വർഷം മുമ്പ് ഞാൻ ഓർക്കുന്നു, ജീവിതത്തോണി തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനീശു. ഈ പാട്ട് ഇറങ്ങിയ കാലഘട്ടത്തിൽ ഞാൻ ഓർത്തു, ഈ ഗാനം എത്രയോ മനോഹരമായി, അപ്പോൾ ഒരു നലം തികഞ്ഞ സംഗീതജ്ഞൻ ചെയ്യുന്ന അതേ വിന്യാസമാണ് അതിൽ വന്നിരിക്കുന്നത്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചു. ആ ഒരു പാട്ടാണ് എന്നെ വല്ലാതെ, ജീവിതത്തോണി തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു. എത്രയോ മഹത്തായ ആശയമാണ്, അതിനു ചേർന്ന സംഗീതം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു സ്പർശം തന്നെയാണ് മാറിയത്. എൻ്റെ മാത്രമല്ല, കേട്ട ലക്ഷക്കണക്കിനും. യഥാർത്ഥത്തിൽ തോണി തുഴഞ്ഞ് ബേബിച്ചേട്ടൻ എത്തിയത് പീറ്ററേട്ടൻ്റെ അടുത്താണ്, മനസ്സിലേക്കാണ്. തീർച്ചയായും അങ്ങനെ കാണാനുള്ള ആഗ്രഹം അതിൽ നിന്നാണ്. ശരിക്ക് ആ ഒരു ഗാനമാണ് എന്നെ കൂടുതൽ സ്പർശിച്ചതും. പിന്നെ അനേക ഗാനങ്ങൾ, അതൊക്കെ എനിക്ക് വളരെ ഹൃദയസ്പർശിയായി അനുഭവമാകാറുണ്ട്.
ഇത് പ്രത്യേകിച്ച് ഞങ്ങൾ കണ്ടുമുട്ടാനിടയായ ഒരു ഗാനം ഇതായിരുന്നു. പീറ്ററേട്ടന് അങ്ങനെ എന്തെങ്കിലും ഒരു ബേബിച്ചേട്ടനെ കണ്ടുമുട്ടുമ്പോൾ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ബേബിച്ചേട്ടൻ ഒരു പാട്ട് കേട്ടു, ഈ ബേബി ഒന്ന് കണ്ടേക്കാം എന്ന് തോന്നിയ നിമിഷം ഉണ്ടായിട്ടുണ്ട്? എൻ്റെ ആ പാട്ട് ജീവിതതോണി ഇറങ്ങിയിരുന്ന കാലഘട്ടത്തിൽ തന്നെ സഹോദരൻ്റെ പാട്ട് ഒരു പാട്ട് ഹിറ്റായിരുന്നു. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. അപ്പോൾ ഈ പാട്ട് അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. ഞാൻ ഈ പാട്ട് ആരാണ് എഴുതിയത്, ആരാണ് മ്യൂസിക് ചെയ്തത് എന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ അന്ന് പച്ചാളം ബെത്സൈദ ധ്യാനകേന്ദ്രത്തിൽ അച്ഛനോട് പാമ്പക്കലച്ഛനോടൊപ്പം പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അടുത്തുള്ള എൻ്റെ ഒരു സ്നേഹിതൻ ജെയിംസ് ഏട്ടൻ എന്ന് പറയും, അവിടെ അടുത്തുള്ളതാണ് പുള്ളി. ഇദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സ്നേഹിതനാണെന്ന് മാത്രമല്ല, ഇദ്ദേഹം സർവീസ് ചെയ്തിരുന്ന ആ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടാനായിട്ട് ഇടവന്നു. മൂവാറ്റുപുഴ ജീവജ്യോതി എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിൽ അവിടെ പോയി ധ്യാനം കൂടി കടന്നു വന്നപ്പോൾ അവിടെ പാടിക്കൊണ്ടിരുന്ന വെച്ചത് ബേബിയായിരുന്നു. അങ്ങനെ ബേബിയുടെ ഈ പാട്ട് അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. ബേബി ഈ പാട്ട് അവിടെ പാടുമായിരുന്നു. ബേബിയുടെ ഈ പാട്ട് കേട്ടിട്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പീറ്ററെ സൂപ്പർ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, പീറ്റർ വേണമെങ്കിൽ ഇതൊന്ന് പഠിക്കും, പറ്റുമെന്നുണ്ടെങ്കിൽ ആ സഹോദരനൊന്ന് മീറ്റ് ചെയ്യണം, നല്ലതായിരിക്കും, നിങ്ങൾക്ക് തമ്മിൽ ഭാവിയിൽ ചിലപ്പോൾ ഗുണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശരിക്കും വക്കൻചേട്ടനാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതെ 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 ജെയിംസ് ചേട്ടനാണ് ശരിക്കും പറഞ്ഞ ഒരു മോട്ടിവേഷൻ. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ കാണണമെന്ന് വിചാരിച്ച് നടക്കുമായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ദൈവം ഞങ്ങളെ യോജിപ്പിക്കാനായിട്ട് മറ്റൊരു വഴി തുറന്നു. അങ്ങനെയാണ് പിന്നീട് ഞങ്ങളുടെ കോമ്പിനേഷൻസിലൊക്കെ ഒരുപാട് പാട്ടുകൾ കടന്നു വരികയും പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ദൈവം ഞങ്ങളെ രണ്ടുപേരെയും ഉയർത്തുകയാണ് ഉണ്ടായത്. നിങ്ങളെ ഒരുമിച്ച് കണ്ട പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇവർ തമ്മിൽ ബന്ധുക്കളാണോ? ഈ രണ്ട് ദേശത്തിൻ്റെ പേരുമാണല്ലോ, അപ്പോൾ ഇവർ ബന്ധുക്കളാണോ എന്ന് പലപ്പോഴും. അത്രയേറെ ഇഴയെടുപ്പമുള്ള, എനിക്കൊന്ന് മലയാള ക്രിസ്ത്യൻ ഭക്തിഗാന രംഗത്ത് ഇത്രയൊരു കോംബോ, ഇത്രയും ഹിറ്റുകൾ സൃഷ്ടിച്ചിട്ടുള്ള, ഇത്രയേറെ വിജയങ്ങൾ സമ്മാനിച്ചു, ഇത്രയേറെ ആളുകളെ ആകർഷിച്ച ഒരു കോമ്പിനേഷൻ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ പലരും എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്, പീറ്ററിൻ്റെ റിലേഷനാണോ ബേബി, അല്ലെങ്കിൽ ബേബി നിങ്ങൾ തമ്മിൽ അടുത്തടുത്താണോ? ഈ ബേബി ജോൺ കലയന്താനി എന്ന് പറയുന്ന വീട്ടുപേരാണോ കലയന്താനി? പീറ്റർ ചേരാനല്ലൂർ എന്ന് പറയുന്ന ചേരാനല്ലൂർ വീട്ടുപേരാണോ? സത്യത്തിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് സ്ഥലത്തോട് ചേർന്ന് കിടക്കുകയാണ്. രണ്ട് ഇടവകയും അവിടെ ഉണ്ടല്ലോ. രണ്ടുപേർക്കും ആ ഇടവകയും ഉണ്ട്. ചേരാനല്ലൂർ നിത്യസായമാത ഇടവക എൻ്റെ, കലയന്താനി അമലോത്ഭവമാതാവ്. കോതമംഗലം രൂപതയിലെ കലയന്താനി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഉദ്ദേശം. അവിടുത്തെ പള്ളി അമലോത്ഭവമാതാവിൻ്റെ പള്ളിയാണ്. അപ്പോൾ ആ ഇടവകയിലെ അംഗമായതിനാൽ ബേബി ജോൺ കലയന്താനി. അങ്ങനെ ശരിക്കും മാതാവിൻ്റെ ഭക്തരാണ്. എനിക്ക് തോന്നുന്നു മാതാവിൻ്റെ ഒരു ഇംഗിതം ഉണ്ടാവാം നിങ്ങളെ ഇങ്ങനെ ദൈവത്തിന് വേണ്ടി കൂട്ടിച്ചേർക്കുക എന്നുള്ളത്. മാതാവിൻ്റെ ഒരു പദ്ധതി കൂടി ആവാം. അത് പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്. പീറ്റർജിയുടെ ഇടവക ചേരാനല്ലൂർ നിത്യസഹായ മാതാ പള്ളിയാണ്, എൻ്റെ കലയന്താനി അമലോത്ഭവമാതാവിൻ്റെ പള്ളിയാണ്. അപ്പോൾ ഞങ്ങൾ കൂടുമ്പോഴെല്ലാം ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാറുണ്ട്. ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടേ പാട്ടുകൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്ത ഒരു പാട്ടും ശുഷ്കമായി പോകുവാൻ ദൈവം അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ ഓരോ ഗാനത്തിലും. അത് ഞാൻ പല വേദികളിലും ഞങ്ങൾ പറയാറുമുണ്ട്. അത് മാതാവിൻ്റെ ഇത്ര ശ്രുതിമധുരമായ ഇത്രയും നല്ല ഗാനങ്ങൾ ഞാൻ നിങ്ങളുടെ ആ കോമ്പോയിൽ നിന്നേ കേട്ടിട്ടുള്ളൂ. കാരണം കനിവിൻ്റെ നിറം വാർന്നൊരമ്മേ, എത്രയും തുള്ള മാതാവേ, ഈ പാട്ടൊക്കെ ശരിക്കും മാതാവിലേക്ക്, മാതാവിലൂടെ ദൈവത്തിലേക്ക് നിങ്ങൾ മനുഷ്യ ഹൃദയങ്ങളെ വലിച്ചടിപ്പിക്കുകയായിരുന്നു. നമുക്ക് ആ പാട്ട്, മാതാവിൻ്റെ ഒരു പാട്ട് ഇപ്പോൾ ഒന്ന് പാടിക്കേട്ടാലോ? നിന്റെ തകർച്ചയിൽ ആശ്വാസമേക. നിന്റെ തകർച്ചയിൽ ആശ്വാസമേക, നിന്റെ തളർച്ചയിലൊന്നു ചേരാ, നിന്നെ താരാട്ടു പാടിയുറക്കാ, ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിൽ
ആശ്വാസമേകാൻ നിന്റെ തളർച്ചയിൽ ഒന്നു ചേരാൻ നിന്നെ താരാട്ട് പാടി ഉറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ ഇതാ ഇതാ നിന്റെ അമ്മ. സത്യത്തിൽ ഈ പാട്ട് ഞാൻ മ്യൂസിക് ചെയ്തിട്ടില്ല, ഇദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ വരികളും അതിൻ്റെ മ്യൂസിക്കും ഒക്കെ കൊടുത്തിരിക്കുന്നത്. മ്യൂസിക് തന്നെയല്ലേ കൊടുത്തത്? അതെ. അതുപോലെ തന്നെ എത്രയും ദയുള്ള മാതാവ് എത്ര അത് ഞാൻ പാടിയിട്ടുണ്ട് കേട്ടോ. പാടിയിട്ടുണ്ട്. ഞാൻ രണ്ടുപേര് പാടിയിട്ടുണ്ട്. ഒന്ന് കെസ്റ്ററാണ് ആദ്യം പാടിയത്, അത് കഴിഞ്ഞിട്ട് ഞാനും പാടിയിട്ടുണ്ട്. നമുക്ക് എത്രയും ദയുള്ള മാതാവിൻ്റെ ആ പാട്ടോട് ഒന്ന് കേട്ടല്ലോ. അതിൻ്റെ അഭിചരണം. എത്രയും ദയയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു, എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടെ വന്നു. മാതാവിൻ ചിത്രമുള്ളുത്തരിയം അമ്മച്ചിയെന്നെ അണിയിച്ചു. മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞെ വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. അമ്മച്ചി മാതാവിൻ ജപമാലയൊരെണ്ണം എൻ കുഞ്ഞു കൈകളിൽ വാങ്ങിത്തന്നു. മുത്തുകളെണ്ണിയ പ്രാർത്ഥനയ്ക്കർത്ഥങ്ങൾ ഭക്തിയോടെൻ കാതിൽ പറഞ്ഞു തന്നു. സന്ധ്യയ്ക്കു മാതാവിൻ രൂപത്തിൻ മുമ്പിൽ തിരിവെച്ചു കൈകൾ ഞാൻ കൂപ്പി നിന്നു. ജപമാല ചൊല്ലുമ്പോൾ എൻ കൊച്ചു ഹൃദയത്തിൽ ഈശോയും മാതാവും നിറഞ്ഞു നിന്നു. ചെറുപ്പകാലത്തിലേക്ക് നമ്മുടെ ഓർമ്മകളെ കൊണ്ടുപോകുന്ന ഒരു അസല് പാട്ടാണത് മാതാവിൻ്റെ. തീർച്ചയായിട്ടും സത്യത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുനാളിൽ നമുക്ക് അമ്മ നമ്മുടെ കൈപിടിച്ച് പള്ളിയിലേക്ക് നടന്നു പോകുന്നതും അങ്ങനെ ചെറുപ്പകാലത്തിൽ നമുക്കുണ്ടായ ഓർമ്മകൾ ചിത്രം ഇങ്ങനെ വരച്ച് കാണിക്കുക. അതെ അതെ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ അങ്ങനെ ഒരു ജീവിതങ്ങളുണ്ട്. ആ ജീവിതം ശരിക്കും വരച്ച് കാട്ടിയതുകൊണ്ടാണ് അത് അവരുടെ പാട്ടായി. ഞാനും എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ ഇടവകയിൽ നിത്യസായ മാതാവിൻ്റെ പള്ളിയിലേക്ക് ആ പള്ളിയുടെ അങ്കണത്തിലാണ് പാടി വളർന്നത് തന്നെ. എന്നെ അമ്മച്ചി കൈപിടിച്ചുകൊണ്ട് പോകുന്നതും അതുപോലെ അമ്മച്ചി വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നതും, അപ്പോൾ അതൊക്കെ വളരെ നമുക്ക് ചെറുപ്പകാല നൊസ്റ്റാൾജിക് ഓർമ്മകൾ ഉണർത്തുന്ന ഒരുപാട് പാടും. പിന്നെ നമ്മൾ വീട്ടിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ജപമാല ചൊല്ലുന്നതും ഇങ്ങനെ പ്രാർത്ഥിക്കുകയെന്ന് അമ്മ പഠിപ്പിക്കുന്നതും ഒക്കെ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്ക് ആ ഒരു കുഞ്ഞുനാൾ അനുഭവങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു മനോഹരമായൊരു പാട്ടാണത്. അമ്മതൻ സാന്ത്വനം എന്നാണ് ആ ഒരു ആൽബത്തിൻ്റെ പേര് തന്നെ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള പാട്ടുകളുണ്ട് കേട്ടോ. അമലോത്ഭവേ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, അത് മദർ ഓഫ് ജീസസ് എന്ന് പറയുന്നത്. പിന്നെ മാതാവിൻ്റെ പാട്ട് അമല മനോഹരി അമ്മയെ നിത്സം പാടിയ പാട്ട്, അതും നല്ല ജി ഒന്നിടാവോ? അമല മനോഹരി അമ്മേ അവിടുത്തെ സ്നേഹത്തിൻ മടി. വേർഡ്സൊക്കെ പലതും മറന്നു പോകും. അതിൻ്റെ അടുത്ത വരി ഒന്ന് പാടി. തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, അരികിൽ നീ വരണമേ അമല മനോഹരി അമ്മേ അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, അരികിൽ നീ വരണമേ.
മാതാവ് അരികിൽ വരാതിരിക്കാൻ കഴിയില്ല. അത്ര മനോഹരമായ വരികൾ, അത്ര മനോഹരമായൊരു മ്യൂസിക്. തീർച്ചയായിട്ടും പിറ്റേട്ട, ഈ സിനിമയിലൊക്കെ ഒരുപാട് ചാൻസുകൾ, ഇത്ര കത്തി നിൽക്കുന്ന രണ്ട് സംഗീത പ്രതിഭകൾ, അപ്പോൾ സിനിമയിൽ നിന്നൊക്കെ ഒരുപാട് ചാൻസുകൾ തേടി വരികയും, അപ്പോൾ പീറ്ററേട്ടനാണെങ്കിൽ സിനിമയിലേക്കില്ല എന്നങ്ങ് തീരുമാനിക്കപ്പെട്ടു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബേബി ചേട്ടനാണെങ്കിൽ സിനിമയിലായാലും ഭക്തിഗാനമായി ഞാൻ ചെയ്യൂ എന്നൊരു തീരുമാനം എടുത്തതായും പറയുന്നത് കേട്ടു. സ്വർഗം, ഈ അടുത്തിറങ്ങിയ സ്വർഗത്തിൽ ബേബി ചേട്ടൻ്റെ അതിമനോഹരമായ ഒരു ഗാനം ഉണ്ട്. ഈ ഒരു തീരുമാനം, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ അതോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഒരുമിച്ചാണോ? ഈ സിനിമ പാട്ട് ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനമല്ല എടുത്തത്. അതായത് സിനിമയിൽ നല്ലൊരു കാതല്, അതായത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നല്ലൊരു സബ്ജക്റ്റ് വന്നാൽ തീർച്ചയായിട്ടും അതിൽ ചെയ്യും. സിനിമ ചെയ്യുന്ന ആളുകളൊന്നും മോശമായത് കൊണ്ടൊന്നുമല്ല ഞങ്ങളങ്ങനെ തീരുമാനമെടുത്തത്. സിനിമയിൽ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ സിനിമയിലൂടെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്, എന്നാൽ മോശമായിട്ടുള്ള കാര്യങ്ങളും ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജനങ്ങൾക്ക് നന്മ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ദൈവത്തെ കൂടുതൽ അറിയാൻ സാധിക്കുന്ന, അതായത് കമ്മ്യൂണിറ്റിക്ക് ദോഷമില്ലാത്ത ഒരു സിനിമ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും. അതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. അതിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് അടിസ്ഥാനപരമായി സംഗീത അഭ്യസനമൊന്നുമില്ല, രചനയുടെ ഉൾത്തലങ്ങളൊന്നും വലിയ കാമ്പായിട്ടൊന്നുമില്ല. എന്നാൽ അങ്ങനെ ഒന്നുമില്ലാതിരുന്ന തലത്തിൽ നിന്നും കൈപിടിച്ച് നയിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ കഴിവുകളും മുഴുവൻ ആ ദൈവമഹത്വത്തിന് വേണ്ടി ഉള്ളതാവണം എന്നുള്ളൊരു ചിന്തയിൽ ഞങ്ങൾ പരസ്പരം ചിന്തിച്ചപ്പോൾ അങ്ങനെ ഒരു ചിന്ത കിട്ടി. അതുകൊണ്ട് സിനിമാ മേഖലയിലാണെങ്കിലും ദൈവികമായ സന്ദേശങ്ങൾ, അപ്പോഴും മറുഭാഗമുണ്ട്, നല്ല സന്ദേശങ്ങൾ എഴുതുന്ന എല്ലാ ശ്രേഷ്ഠരായ എഴുത്തുകാരും തീർച്ചയായും അവരെ ആദരവോടെ കാണുന്നു. അപ്പോൾ ഞങ്ങൾ കഴിച്ചും ഞങ്ങൾ ഒന്നും പഠിക്കാതിരുന്നിട്ടും തമ്പുരാൻ ഇങ്ങനെ കൈ പിടിച്ചപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുന്ന ഗാനങ്ങൾ കൊടുക്കുക, അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തത്. ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടില്ല, രണ്ടുപേരും പഠിച്ചിട്ടില്ല. ശാസ്ത്രീയമായിട്ട് രണ്ടുപേരും സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ദൈവം തരുന്ന സംഗീതം എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റിൻ്റെ ഇടപെടലിലൂടെ കിട്ടുന്ന ഗിഫ്റ്റാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന കോമ്പോസിഷൻസാണ് ഇന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകരും, ആത്മീയ തലത്തിലായിക്കോട്ടെ അല്ലാത്ത തലത്തിലായിക്കോട്ടെ, ഞങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവകളിലൂടെ കടന്നു വന്ന. ഇപ്പോൾ ആളുകളൊക്കെ ഇപ്പോൾ സെലിബ്രിറ്റികളായി കഴിയുമ്പോൾ തങ്ങളുടെ കഴിവുകൾ തങ്ങളെക്കുറിച്ച് തന്നെ പറയാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് അന്നൊന്നും ഒരേപോലെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നവർ വളരെ വിരളമാണ്. ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ചേരാനൂർ ഞങ്ങൾ കൂടുകയാണെങ്കിൽ, അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ചിറ്റൂർ ധ്യാന കേന്ദ്രം, അവിടെ നിത്യാരാധന ചാപ്പലുണ്ട്. പിന്നെ കലൂർ സെന്റ് ആന്റണീസ്, അവിടെ നിത്യാരാധന ചാപ്പലുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇങ്ങനെ ഈ ചാപ്പലുകളുള്ള സ്ഥലം കണ്ടെത്തും. കൂനമ്മാവ് അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു ചിന്ത വെക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് അവിടെ ഇരിക്കും, ദിവ്യകാരുണ്യ സന്നിധി ഇരിക്കും. കർത്താവെ, ഞങ്ങൾക്ക് പുതിയൊരു ചിന്ത തരണം. കാരണം ആദ്യത്തെ എല്ലാ ഗാനങ്ങളുടെയും ഉറവിടം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ, തമ്പുരാനെ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണമേ അങ്ങയുടെ, അങ്ങനെയുള്ള ചില ചിന്തകൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും പുതിയൊരാശയം രൂപപ്പെടുന്നു. പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും കൂടെ ഞങ്ങൾ അങ്ങനെ കൂടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ ശ്രേഷ്ഠ വ്യക്തിത്വം പൊളിച്ചേട്ടൻ. പൊളിച്ചേട്ടാ, ഇവര് ഇപ്പം 1000-ഓളം പാട്ടുകൾ, മ്യൂസിക്കുകൾ ഇങ്ങനെ ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞു. ഇപ്പം സിദ്ദിഖ് ലാലൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ പാരമ്യത്തിൽ രണ്ടായിട്ട് പിരിഞ്ഞു. അങ്ങനെ ഇവരിപ്പോൾ രണ്ടായി പിരിയേണ്ട കാലമായി എന്ന് വല്ലതും തോന്നുന്നുണ്ടോ പൊളിയേട്ടാ? ഒരിക്കലും ഇല്ല. കാരണം ഇത് ദൈവം തരുന്ന ഒരു ദാനമാണ്. അത് പീറ്ററിനായാലും ബേബിക്കായാലും എനിക്കായാലും എന്നെപ്പോലുള്ള ഏത് ആർട്ടിസ്റ്റുകൾക്കായാലും ദൈവം തരുന്നൊരു കാരുണ്യമാണ്, മഹത്വമാണ്. അത് ആ മഹത്വപ്പെടുത്താതെ വയ്യ. ഒരിക്കലും അത് വേർപിരിയാതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചതിനെ ഇവരായിട്ട് വേർപിരിക്കാതിരിക്കട്ടെ. തീർച്ചയായിട്ടും. ഈ അടുത്ത കാലത്ത് ഒരു സഹോദരൻ പറഞ്ഞ പോലെ ഒരു കിംവദന്തി ഞാൻ കേട്ടായിരുന്നു. ഈ പീറ്റർ ചേരാനല്ലൂരും ബേബി ജോൺ കലയന്താനും പിരിഞ്ഞോ? നിങ്ങളുടെ പാട്ടുകൾ, നിങ്ങളുടെ കോമ്പിനേഷൻസിലുള്ള പാട്ടുകൾ ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇതിപ്പോൾ ഈ കഴിഞ്ഞൊരു 2-3 വർഷത്തിനിടയിൽ ഞാൻ പല ആളുകളിൽ നിന്നും കേൾക്കാനിടയിൽ. അല്ല, അത് കാരണം എന്താണെന്ന് വെച്ചാൽ കോവിഡ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ യാത്രകളൊന്നും പഴയ പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, ചെയ്യാൻ പറ്റാത്ത ഞങ്ങൾക്ക് കോവിഡ് വന്നതുകൊണ്ടല്ല, അതിന് ആ സമയത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ പിന്നീട് കാസറ്റ് ഫീൽഡുകൾ അസ്തമിച്ചു. എന്ന് വെച്ചാൽ കാസറ്റും CD-കളും ഇല്ലാതായി.
കടകൾ തന്നെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കാലഘട്ടത്തിൽ കാസറ്റിലൂടെ വളർന്ന ഈ വലിച്ച് നമ്മൾ വള്ളി പോലെ കാസറ്റിലൂടെ വളർന്ന് അതെ. പിന്നെ CD-യിലേക്ക് മാറി അതെ. പിന്നീട് യൂട്യൂബിലേക്ക് വന്നപ്പോഴും നിങ്ങൾ തരംഗമാണ്. നിങ്ങൾ അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പീറ്റർ ചേരാലുവിൻ്റെ ഗാനം ഓരോ ദിവസവും 10,000, 15,000, 25,000 പേര്, ആദ്യകാലത്തൊക്കെ ലക്ഷക്കണക്കിന് ആളെ ഓരോ ദിവസം കണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെയും തരംഗം തന്നെയാണ്. നിങ്ങൾ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് നിങ്ങൾക്കില്ല. അല്ല, ആണ്. എങ്കിലും ഇപ്പോൾ ഈ കാസറ്റ് ഉണ്ടായിരുന്ന സമയം, CD-കൾ ഉണ്ടായിരുന്ന സമയത്തെ ഒരു വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒരു CD അല്ലെങ്കിൽ ഒരു കാസറ്റ് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ആൾക്കാർ കേൾക്കുവാണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും കേൾക്കും. എന്ന് വെച്ചാൽ ആ വീട്ടിൽ ഒരു 5-6 പേരുണ്ടെങ്കിൽ 5-6 പേര് മാത്രമല്ല കേൾക്കണം, അയൽവക്കക്കാരും കേൾക്കും. മാത്രമല്ല ഒരു പെരുന്നാൾ നടക്കുന്ന, അതെ, ഫുൾ വോളിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അയൽവക്കക്കാരും കേൾക്കും ഈ പാട്ടുകൾ. അങ്ങനെ ഹിറ്റാവും. പിന്നെ അത് മാത്രമല്ല, പെരുന്നാൾ സന്ദർഭങ്ങളിൽ, മറ്റു ഉത്സവങ്ങളിൽ ഒക്കെ, ഗാനമേളകളിൽ ഒക്കെ ഞങ്ങളുടെ പാട്ടുകൾ ആ കാസറ്റ് കാലഘട്ടങ്ങളിൽ, CD കാലഘട്ടങ്ങളിൽ എല്ലാവരും റെക്കോർഡ് വയ്ക്കുന്നു, പാട്ട് പാടുന്നു, കൊയറുകളിൽ പാടുന്നു, കൺവെൻഷനുകളിൽ പാടുന്നു, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പാടുന്നു എന്ന് വേണ്ട ബാൻഡ് സെറ്റുകൾ, എന്താണ് ചെണ്ട ബാൻഡ്, ഫ്യൂഷൻ എന്ന് വേണ്ട എന്തെല്ലാം എന്താണ് ആർട്ടിസ്റ്റുമാരുടെ പെർഫോമൻസ് എവിടേക്കുണ്ടോ അവിടെയൊക്കെ ഈ പാട്ടുകൾ കേൾക്കാമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് യൂട്യൂബിലൂടെ മാത്രം പാട്ടുകൾ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ജനം മാറി. അപ്പോൾ എനിക്ക് ഫോണുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബ് എൻ്റെ ഫോണിൽ തന്നെ ഇരുന്ന് കാണാം. ഞാൻ ഹെഡ്ഫോൺ ഉണ്ട്, ഞാൻ മാത്രമേ. സ്വാർത്ഥപരമായിട്ട് മാറി ആളുകളുടെ കേൾവിയും കാഴ്ചയും ഒക്കെ. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് മാറി. കുട്ടികളാണെങ്കിൽ പോലും വീട്ടിലിരുന്നിട്ട് ഫോൺ അവരുടെ ഇഷ്ടമുള്ള വല്ല കാർട്ടൂൺസ് കാണുന്നു, അല്ലെങ്കിൽ അവരുടെ ഗെയിംസ് കളിക്കുന്നു, അങ്ങനെ അവർ പോകുന്നു. മാത്രമല്ല, കാലഘട്ടത്തിൻ്റെ ഒരു തിരക്കുണ്ടല്ലോ, ലോകം മനുഷ്യൻ തിരക്കിൻ്റെ പിന്നാലെ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊന്നും ആസ്വദിക്കാനോ അങ്ങനെ ചിന്തിക്കാനോ സമയമില്ലാത്ത അതെല്ലാ മേഖലകളിലും ആ തിരക്ക് ബാധിച്ചു കഴിഞ്ഞു. അതും ഇതിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഈ കാസറ്റിൻ്റെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പീറ്റർ ഏട്ടൻ ഈ കാസറ്റൊക്കെ മ്യൂസിക് ചെയ്ത് കാസറ്റൊക്കെ വാങ്ങി ഒരു സഞ്ചിയിലാക്കി ഇത് കടകളിൽ കൊണ്ടുപോയി വിറ്റിരുന്ന ഒരു പീറ്റർ ഏട്ടൻ ഉള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഒരു 92, 91, 92, 93 കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് കാസറ്റ് ഫീൽഡിൽ അധികം പരിചയമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ്, മാർക്കറ്റ് ചെയ്യണ ആളുകളൊന്നും എനിക്ക് പരിചയമില്ല. അപ്പോൾ എൻ്റെ വിചാരം എല്ലാവരും ഇങ്ങനെ കടകളിലൊക്കെ ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഈ കാസറ്റിൻ്റെ സെയിലുകൾ നടക്കുന്നത്. അപ്പം ഞാനും ഇങ്ങനെ കാസറ്റുകൾ തൂക്കിപ്പിടിച്ച് കടകൾ തോറും അതുപോലെ വീടുകൾ തോറും എനിക്കിഷ്ടമുള്ളവരുടെ അടുത്തൊക്കെ ഞാൻ പോയി കാസറ്റ് കൊടുക്കും. ബസ്സിലൊന്നും വിറ്റിട്ടില്ല എന്നേ ബസ്സിലൊന്നും വിറ്റിട്ടില്ല. കടകൾ, കാണുന്ന കടകൾ, അതല്ലാതെ കാസറ്റ് ഷോപ്പുകളിലെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നത്, എല്ലാ കടകളിലും കൊണ്ടുപോയി കാസറ്റുകൾ. അപ്പോൾ അവർ പറയും ഇവിടെ കാസറ്റ് ഒന്നും, പക്ഷേ പലചരക്കടയിൽ കൊണ്ടുപോയി കാസറ്റ് കൊടുത്തത്. അതെ, പീറ്റർ ഏട്ടൻ പക്ഷേ ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ്, അതിൻ്റെ കവർ ചിത്രത്തിൽ യേശുവോ മാതാവാണ്, വലിയൊരു സുവിശേഷ പ്രഘോഷണം അറിയാതെ ചെയ്തത്. അതെ അതെ. അതായത് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പലചരക്ക് കടയിൽ വരെ കാസറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവസാനം ആ ചേട്ടൻ പറയും, ഇത് പലചരക്ക് കടയാണ് മോനെ, കാസറ്റ് കടയല്ല, അതുകൊണ്ട് മോൻ ഇത് കാസറ്റ് കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. കാരണം നമുക്ക് അത്രയുള്ള അറിവ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് ഈ കാസറ്റുകൾ ഏതെങ്കിലും വഴിയിൽ ജനങ്ങളിൽ എത്തണം, ഇത് മാത്രമേ നമ്മളുടെ ഉള്ളിലെ ലക്ഷ്യമുള്ളൂ. അങ്ങനെയാണ് മുന്നോട്ട് പോയത്. പക്ഷെ പിന്നീട് നമുക്ക് പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ കാസറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാസറ്റ് മാർക്കറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു ഐഡിയ എനിക്ക് പിന്നീട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ മേഖലയിലേക്ക് കൂടുതൽ റീച്ച് ചെയ്യപ്പെടാൻ തുടങ്ങിയത്. നിങ്ങളുടേതായിട്ട് ഇറങ്ങിയ ആൽബങ്ങളായിരിക്കും ഒരു പക്ഷേ ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ഏറ്റവും അധികം ആൽബങ്ങളായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ പരസ്യങ്ങളായാലും വലിയ പരസ്യങ്ങൾ എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ആ രംഗത്ത് പീറ്റർ ഏട്ടൻ കടയിൽ പലചരക്കടയിൽ കൊടുത്ത പീറ്റർ ഏട്ടൻ വളരെ ശക്തമായ രീതിയിൽ ദൈവത്തിൻ്റെ ഗാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വിജയിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അന്നത്തെ കാലത്തെ കഷ്ടപ്പാടാണ് നമ്മളെ ഈ ഒരു തലത്തിലേക്ക് ചിന്തിപ്പിക്കുന്നതും. അല്ലെങ്കിൽ നമ്മളൊന്നും ഇങ്ങനെ പോവില്ല. നമുക്ക് ഒരു ജീവിതമാർഗം മറ്റെന്തെങ്കിലും ഉണ്ട്. നമ്മളാരും ഇതുപോലെ പോയി കാസറ്റുകൾ ജനങ്ങളിൽ എത്തിക്കണമെന്നും പറഞ്ഞ് നടക്കില്ല. സത്യത്തിൽ അതൊരു കഷ്ടപ്പാടിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ആ കഷ്ടപ്പാടുകളെയാണ് ദൈവം നന്മയാക്കി പിന്നീട് മാറ്റുന്ന തലത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നത്. അതാണ് അതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ളൊരു സത്യം. പിന്നെ ഈ ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ സംഗീതം എന്ന് പറയുമ്പോഴേ അത് ആത്മാവിൽ നിന്ന് വളരുന്ന സംഗീതമാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ കഷ്ടപ്പാടിൻ്റെ രചന, ഇപ്പം നമുക്കറിയാം നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ രചന.
ഇപ്പം എത്രയും ദയുള്ള മാതാവേ, അത് വലിയ ആധികാരികമായ അറിവല്ല, മറിച്ച് ഹൃദയത്തിലെ പച്ചയായ യാഥാർത്ഥ്യം, നമ്മുടെ അനുഭവങ്ങളാണല്ലോ. ഈ കഷ്ടപ്പാട് ഇങ്ങനെ മുറുത്ത് നിന്ന സമയത്താണോ എന്നെ കൈപിടിച്ചു നടന്നത് തീർച്ചയായും എന്ന ഗാനമുണ്ടായത്? എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റും താരാട്ടു പാടും മെല്ലെ ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. അതിൻ്റെ അടുത്ത ഭാഗമാണ് എൻ്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം, എൻ്റെ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങും സ്നേഹം, എൻ്റെ ആത്മാവിൽ ആമോദമേകി എന്നെ മാറോടു ചേർക്കുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം.